മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദീർഘദൂര ഓട്ടങ്ങളും ആരംഭിക്കുന്നത് ഒരു വിസിലിൽ നിന്നാണ്. പക്ഷേ ദീർഘദൂര ഓട്ടങ്ങൾക്ക് വീണ്ടും ഒരു വിസിലടിക്കാനുണ്ട്. നിർത്താനല്ല, ഓട്ടം ഒന്നുകൂടി ശക്തമായി തുടരാൻ. ആ വിസിലടിക്കുന്നത് ആ ഓട്ടത്തിന്റെ അവസാന റൗണ്ടിലാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ പലരും തളർന്നിട്ടുണ്ടാവും. ചിലരൊക്കെ ഗ്രൗണ്ട് വിട്ട് കയറിപ്പോയി തൊട്ടടുത്തുള്ള തണൽ മരങ്ങൾ തേടിയിട്ടുണ്ടാകും. എന്നാൽ ശക്തമായി ഓട്ടത്തിൽ മുന്നേറുന്നവർ തന്നെ ഓടിത്തളർന്ന സമയത്ത് കേൾക്കുന്ന വിസിലിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഉണർവും പുത്തൻ ആവേശവുമുണ്ട്. എവിടെ നിന്നാണ് ആ സമയത്ത് ആ ജീവൻ വരുന്നത് എന്ന് അവർക്കും അറിയില്ല. കാണുന്ന ഗ്രൗണ്ടിന് നാല് വശവുമുള്ള കാണികൾക്കും അറിയില്ല. പക്ഷെ 14 റൗണ്ടിൽ ഓടിത്തളർന്നവർ 15ാമത്തെ റൗണ്ടിന്റെ വിസില് കേൾക്കുമ്പോ ഉള്ള ഒരു ആവേശമുണ്ട്. ആ ആവേശത്തിന്റെ ഒരു റൗണ്ടിലാണ് യഥാർത്ഥത്തിൽ ആരാണ് ആ ഓട്ട മത്സരത്തിലെ വിജയി എന്ന് തീരുമാനിക്കുന്നത്. 14 റൗണ്ടിൽ മുന്നിൽ നിന്നവൻ ഒരുപക്ഷെ 15ാമത്തെ റൗണ്ടിന്റെ ഈ ടേണിങ്ങിലാണ് പിറകിലാകുന്നത്. 14 റൗണ്ടിലും വിജയം പ്രതീക്ഷയില്ലാത്തവൻ 15ാമത്തെ റൗണ്ടിലെ നവോന്മേഷത്തിലാണ് വിജയത്തിന്റെ വെന്നിക്കൊടി ഏറ്റുവാങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തിന്റെ അവസാനവും പല കാരണങ്ങൾ കൊണ്ട് ഒരു റിവ്യൂവിന് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മളൊരു കമ്പനിയുടെ സ്റ്റാഫാണ് എങ്കിൽ ഒരു മാസം അവസാനിക്കുമ്പോ അവിടെ നമുക്ക് സാലറി ലഭിക്കും. അത് ഒരു കമ്പനിയിലെ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി അല്ല, മറിച്ച് പെർഫോമൻസ് ആണ് ഇവിടുത്തെ മാനദണ്ഡം. ആ പെർഫോമൻസ് റിസൾട്ട് ഓറിയന്റഡ് ആവണം. റിസൾട്ട് ഓറിയന്റഡ് ആയ പെർഫോമൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്ന പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രസക്തിയുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു എംപ്ലോയി അല്ല, ഒരു പാർട്ണറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാസത്തിന്റെ എൻഡിൽ നമുക്ക് വേണ്ടി അവസാനമടിച്ച ഒരു വിസിലിലാണ് നമ്മളുള്ളത്. അവസാനത്തെ 4 ദിവസത്തെ ഒരു മികച്ച ഓഫർ നമ്മിലേക്ക് കിട്ടി. 25, 26, 27, 28 തീയതികളിൽ ഈ 4 ദിവസം എടുക്കുന്ന സെയിൽസിന് 500 റുപ്പീസ് എക്സ്ട്രാ പ്രോഫിറ്റ് കമ്പനി നമുക്ക് മികച്ച ഒരു ഓഫർ നൽകി. ഈ 4 ദിവസത്തിനുള്ളിൽ 5 സ്റ്റാർ ആകുന്നയാൾക്ക് വരുന്ന സമയത്തുള്ള ഏറ്റവും മികച്ച ഒരു മൂന്നാർ ട്രിപ്പിന്റെ അച്ചീവറായിട്ട് പ്രഖ്യാപിക്കപ്പെടാനുള്ള അവസരവും ലഭിച്ചു. നമ്മൾ അതിനു വേണ്ടി എന്തു പരിശ്രമിച്ചു എന്ന ഒരു ആത്മപരിശോധനയാണ്. അത്തരം ഒരു ആത്മപരിശോധന ആവശ്യമില്ലേ എന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ സെഷന്റെ ആമുഖമായി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കാരണം ഒരു എംപ്ലോയി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാസം അവസാനം നമുക്ക് സാലറി ലഭിക്കാനില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ എഫേർട്ടിന്റെയും റിസൾട്ട് ഓറിയന്റഡ് ആയി ലഭിക്കുന്ന ഈ കാര്യങ്ങൾ, അത് നമുക്ക് വലിയ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ആവുന്ന കാര്യമാണ്. കമ്പനിയിലെ റാങ്കിങ്ങിൽ നമ്മുടെ പൊസിഷൻ മാറുന്നതിന്റെ കാരണമാണ്. നമ്മൾ ഒരു കമ്പനിയിലെ ബെസ്റ്റ് പെർഫോമർ ആണോ എന്ന് വിലയിരുത്തുന്ന സമയമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളേറെ ഭാഗ്യവാന്മാരാണ്. വളരെ മനോഹരമായ ഒരു കമ്പനി ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഇന്നോവേറ്റീവായ എഡ്യൂക്കേഷൻ രംഗത്ത്, അതും റെഗുലർ എഡ്യൂക്കേഷൻ രംഗത്ത് സപ്പോർട്ട് നൽകുന്ന കമ്പനിയാണ് നമ്മുടേത് എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ USP. രണ്ടാമത്തേത്, നമ്മൾ ഇടപെടുന്നത് സർവീസ് ഇൻഡസ്ട്രിയിലാണ് എന്നതാണ്. ഇന്നലെയും മിനിയാന്നുമൊക്കെ പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റുന്നു, ഇനി വലിയ അട്രാക്ഷൻ ആണ് ഞങ്ങളുടെ കമ്പനിക്കുള്ളത് എന്നൊക്കെ അവകാശപ്പെടുന്ന ട്രഡീഷണൽ ഡയറക്റ്റ് സെല്ലേഴ്സിനെ മീറ്റ് ചെയ്തു. പക്ഷേ അവരുടെ പ്ലാൻ എത്ര മാറ്റിയാലും പ്രൊഡക്റ്റ് കോമ്പറ്റീഷനുള്ള ഒരു ലോകത്ത് തന്നെയാണ് അവർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയും അവരനുഭവിക്കുന്നത്. പുതിയ കാലത്തെ അൾട്ടിമേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന മനോഹരമായ ഒരു പുസ്തകം വായിച്ചു.
ആ അൾട്ടിമേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നു, ബ്ലൂ ഓഷ്യൻ തിയറി ആൻഡ് റെഡ് ഓഷ്യൻ തിയറി. അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോ അത് തന്നെ മനോഹരമായ 2023 ഇറങ്ങിയ ഒരു പുസ്തകമാണ്, ബ്ലൂ ഓഷ്യൻ തിയറി ആൻഡ് റെഡ് ഓഷ്യൻ തിയറി. റെഡ് ഓഷ്യൻ തിയറി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നീന്തുന്ന സ്ഥലത്ത് നീന്തി മറ്റുള്ളവരുമായി തട്ടിത്തടഞ്ഞ് സ്വസ്ഥമായ നീന്തലിന് അവസരം ലഭിക്കാത്ത മീനുകളെ കുറിച്ചാണ് അവിടെ റെഡ് ഓഷ്യൻ തിയറിയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ നീലത്തിമീംഗലം, വലിയ ബ്ലൂ വെയിലുകൾ, വലിയ വമ്പൻ സ്രാവുകൾ, അവയൊക്കെ നീന്തുന്നത് ഒരുപാട് മീനുകൾ നീന്തുന്ന ബീച്ചിനോട് ചേർന്ന ഇടങ്ങളിലല്ല, ആഴം കുറഞ്ഞ ഇടങ്ങളിലല്ല. അത് അടിവേ കടലിന്റെ ആഴിയിലാണ്. അവിടെ അവരോട് മത്സരിക്കാൻ ആരുമില്ല. അവരവിടുത്തെ രാജാക്കന്മാർ തന്നെയാണ്. അതുതന്നെയാണ് ബ്ലൂ ഓഷ്യൻ തിയറി എന്ന് പറയുന്നത്. ഇത്രയും കഥ അവതരിപ്പിച്ചതിനു ശേഷം പുസ്തകത്തിന്റെ ഓണർ വിശദീകരിക്കുന്നു, നിങ്ങളുടെ ബിസിനസ് റെഡ് ഓഷ്യൻ തിയറിയിലാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അതിന് നിങ്ങൾ ബ്ലൂ ഓഷ്യനിലേക്ക് മാറ്റുക. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇന്നലെ വരെ ഏത് കോൺസെപ്റ്റ് ചെയ്തു എന്നതിനേക്കാൾ നമ്മൾ ഇന്ന് ഏറ്റെടുത്തത് പൂർണ്ണമായ ബ്ലൂ ഓഷ്യൻ തിയറിയിലാണ്. കാരണം ഈ പ്രൊജക്റ്റിൽ നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ഇല്ല. റെഗുലർ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഇത്ര മനോഹരമായി നൽകുന്ന ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാത്ത ട്രഡീഷണൽ സെല്ലിങ്ങിൽ ഒട്ടേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ അവർക്ക് ഇത്ര കുറഞ്ഞ പ്രൈസിന് ഇതൊരിക്കലും എൻഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. കാരണം 3ഉം 4ഉം കാറ്റഗറി അതിന്റെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കുന്ന ഒരുപാട് ഫ്രാഞ്ചൈസി ഡീലേഴ്സ് അവർക്കിടയിലുണ്ട്. അതും കഴിഞ്ഞ് അതിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളും കഴിഞ്ഞ് കസ്റ്റമറിലേക്ക് അത് എത്തുമ്പോഴേക്ക് ആ പ്രൊഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റിന്റെ 4 ഇരട്ടി വിലക്ക് മാത്രമേ അവർക്കൊക്കെ അത് വിൽക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും മനോഹരമായ ഒരു കോൺസെപ്റ്റ് അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് വിൽക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, റെഗുലർ എഡ്യൂക്കേഷന്റെ സപ്പോർട്ടിംഗ് വീഡിയോസ് നൽകുന്ന പല എഡ്യൂക്കേഷൻ സെന്ററുകളും ട്യൂഷൻ സെന്ററുകളും ഒക്കെയുണ്ട്. പക്ഷേ അവരൊക്കെ ചെയ്യുന്നത് ആ ക്ലാസ് റൂമിൽ വെച്ച് ഒരു അധ്യാപകന്റെ ക്ലാസ് ഷൂട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഒന്നും അവർക്ക് അതിനകത്ത് ഓഗ്മെന്റ് റിയാലിറ്റി ആയിട്ടോ ഇല്ലുസ്ട്രേഷൻ ആയിട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്ത് ഏറ്റവും നല്ല എഡിറ്റിംഗ് ക്വാളിറ്റിയോടുകൂടി ഏറ്റവും നല്ല HD ക്ലാരിറ്റിയോടുകൂടി മനോഹരമായി കുട്ടികളുടെ തോട്ട് പ്രോസസ്സിനെ ഇടപെടുത്തുന്ന തരത്തിലുള്ള മനോഹരമായ ഡിസൈനുകളും കോൺസെപ്റ്റുകളും ഇമാജിനേഷനും കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും നല്ല വീഡിയോസുകളാണ് നമ്മുടെ റെഗുലർ എഡ്യൂക്കേഷൻ സപ്പോർട്ടിന്റെ മുഴുവൻ പ്രോഗ്രാമിലുമുള്ളത്. അതോടൊപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഫീച്ചേഴ്സ് ആണ് മാട്രിക്സിനടക്കം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മനോഹരമായ ഒരു അവസരം, ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ്, ഒന്ന് ഇതിന്റെ പെയിൻ അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇത്തരം ഒരു പ്രോഡക്റ്റ് നൽകാൻ കഴിയുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നൽകുന്ന വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം മാത്സിൽ ഇത്രയും ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ആ ഒരു വർഷത്തെ സർവീസ് അല്ല, അവരുടെ 8ലെ 9ലെ 10ാം ക്ലാസ്സിന്റെ +1ന്റെ +2ന്റെ മാർക്കിൽ 2 മാർക്ക് കൂട്ടാൻ നമ്മുടെ പ്രൊഡക്റ്റിനു സാധ്യമായാൽ അത് സയൻസിന്റെ അഡ്മിഷൻ ലഭിക്കുമായിരുന്ന ഒരു കുട്ടിക്ക് നഷ്ടമാകുമായിരുന്ന ഒരു കുട്ടിക്ക് സയൻസിന്റെ അഡ്മിഷൻ കിട്ടാൻ കാരണമാകുന്നുവെങ്കിൽ അവന്റെ ഗ്രാജുവേഷന് അവൻ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്കുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നമ്മൾ നൽകുന്ന 2 മാർക്ക് ആഡ് ഓൺ അവന്റെ ജീവിതത്തിന്റെ ഗതിയാണ് യഥാർത്ഥത്തിൽ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സർവീസാണ് നമ്മൾ നൽകുന്നത്. ഈ സർവീസ് നൽകുന്നത് ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് സാൻവോസിറ്റിയുടെ ഓരോ പ്രൊഡക്റ്റിനുമുണ്ട്. രണ്ടാമത്തെ ഭാഗം ഇതിന്റെ മണി മോട്ടീവാണ്. മിനിയാന്ന് മലപ്പുറം ജില്ലയിലെ ഒരു മികച്ച ലീഡറുമായി സംസാരിച്ചു. ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു, ഡീറ്റെയിൽസ് കൊടുക്കുന്നു, നമ്മുടെ വീഡിയോ ഫുള്ളായി അദ്ദേഹം കാണുന്നു, പ്ലാനിനെ കുറിച്ച് മുഴുവനായി കേൾക്കുന്നു. അദ്ദേഹം ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, ഇത്രയും വലിയ ഇൻകം കമ്പനിക്ക് നമുക്ക് തരാൻ കഴിയുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഹലോ മൈ ഡിയർ പാർട്ട്നേഴ്സ്,
കാരണം ഒന്നേ ഉള്ളൂ, ഇത് സർവീസ് ഇൻഡസ്ട്രിയാണ് എന്നതുകൊണ്ട് മാത്രം. ഓരോ പ്രൊഡക്റ്റിനും മാനുഫാക്ചറിങ് കോസ്റ്റ് ഉള്ള ഒരു കമ്പനിക്ക് ഒരിക്കലും ഇത്തരം ഒരു പ്രോഫിറ്റ് റേഷ്യോ, ഒരു ഇൻകം പ്ലാൻ നൽകാൻ കഴിയില്ല എന്ന കോൺഫിഡൻസ് തന്നെയാണ്, നമുക്കുള്ള ആത്മവിശ്വാസം തന്നെയാണ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയ പല ബിസിനസ്സുകളിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ആശങ്ക. എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയ കോൺസെപ്റ്റ് ചെയ്യുന്ന ആളുകൾ അതിന്റെ കോമ്പറ്റേഷനിൽ നിന്ന് മനസ്സുമെടുത്തിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇതിന്റെ പ്ലാൻ കൊടുക്കാൻ ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ഒരിക്കലും അവരെ ഫിസിക്കലി പോയി കാണണമെന്നില്ല. ഈ പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കുവാൻ ഫിസിക്കലി നമ്മൾ അപ്പിയർ ചെയ്യണമെന്നില്ല. അവർക്ക് നമ്മൾ ലോജിസ്റ്റിക്സ് ഡെലിവറി സംവിധാനം ഒരുക്കണമെന്നില്ല. ഇന്നലെ ഒരു വ്യക്തിയുമായി സംസാരിച്ചു, വീഡിയോ അയച്ചു കൊടുത്തു. കണ്ടതിന് ശേഷം അദ്ദേഹം വിളിച്ചു, സൂമിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് ആപ്പിന്റെ ലിങ്ക് കൊടുത്തു, ഡൗൺലോഡ് ചെയ്തു, അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ ഫിസിക്കലി പോയി കണ്ടിട്ടില്ല. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സർവീസ് ഓറിയന്റഡ് ആയ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ഇനിയും ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഈ ഓപ്പർച്യൂണിറ്റിയെ അർത്ഥപൂർണമായി ഫെബ്രുവരി മാസം നമ്മൾ വിനിയോഗിച്ചോ എന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ മാത്രം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാനുള്ള കാരണം, നമ്മുടെ മുമ്പിൽ പല ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ആ ബാരിയേഴ്സ് ഒരു വിധത്തിൽ അവസാനിച്ചത് ജനുവരി 30-നാണ്. ഫെബ്രുവരി 1 എല്ലാ അർത്ഥത്തിലും ഒരു മികച്ച തുടക്കത്തിന്റെ സമയമായിരുന്നു. നമ്മളുടെ പെർഫോമൻസിന്റെ റേഷ്യോ മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ല ടൈമാണ് ഫെബ്രുവരി എന്നുള്ളത്. നമ്മൾ എത്രത്തോളം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു, നമ്മുടെ എത്രത്തോളം സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിച്ചു, നമ്മൾ എത്രത്തോളം ടൈം ഫോളോ അപ്പിൽ ഭംഗിയായി നമ്മൾ ഇടപെട്ടു, നമ്മൾ എത്രത്തോളം കസ്റ്റമേഴ്സിന്റെ എൻക്വയറികളെ ക്ലിയർ ചെയ്തു കൊടുത്തു, ഈ രീതിയിൽ നമ്മുടെ പുതിയ പ്രോസ്പെക്റ്റിംഗ് നടന്നു. ഈ വർഷം, ഈ മാസം നമ്മൾ എത്ര വ്യക്തികളുടെ കോണ്ടാക്ട് നമ്പറുകൾ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്തു, എത്ര പുതിയ ആളുകളെ നമ്മൾ മീറ്റ് ചെയ്തു. ഇന്നലെ ഞാനൊരു എക്സിക്യൂട്ടീവ് MBA കോഴ്സിന് വേണ്ടി പോയിരുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള ഒരു അധ്യാപകനെ പരിചയപ്പെട്ടു. അദ്ദേഹം സ്വന്തമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫാമിലി എംപവർമെന്റ് കോഴ്സ് 1 ഇയർ കൊണ്ട് ഫാമിലികളുടെ ഒരു ടുഗദർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി അദ്ദേഹം പറഞ്ഞു, മഞ്ചേരിയിലുള്ള ഒരു കമ്പനി ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, ഇത് ഞങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അത് പറഞ്ഞു, എനിക്കത് അറിയില്ല, എന്നോട് ഒരാൾ ഈ വിഷയം സംസാരിച്ചു, ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളല്ല. ഈ പ്രൊഡക്റ്റ് കേട്ടപ്പോ ഞാൻ ഒരാളോട് സംസാരിച്ചു, അദ്ദേഹം അതിനെ കണക്ട് ചെയ്തു തന്നതാണ് ഇത്രയുമായത്. പക്ഷെ അതിന്റെ അങ്ങോട്ട് എന്തു ചെയ്യണം എന്ന് അവർക്കറിയില്ല എന്നതാണ് അവരുടെ മുൻപിലുള്ള ക്രൈസിസ്. ആ വ്യക്തിയുമായി കുറെ നേരം ഇന്നലെ സംസാരിച്ചു. വിഷയം ഇതാണ്, ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നതാണ്. പക്ഷെ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കി തുടങ്ങി അതിനു വേണ്ടിയുള്ള പ്രോഡക്റ്റുകൾ തയ്യാറാക്കി റെഡിയാകുമ്പോഴേക്ക് അതിന് വലിയ ക്രൈസിസ് വരും, ഒരുപാട് സമയമെടുക്കും എന്നതാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ പ്രോഡക്റ്റുകളെല്ലാം തയ്യാറായി നമ്മുടെ കൈക്കുമ്പിളിൽ എത്തി നിൽക്കുകയാണ്. ഇതിനെ ഇത്രയും മനോഹരമായ ഒരവസരത്തിൽ നമുക്ക് കൃത്യമായി ഡെലിവറി ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതിന് നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങൾ എന്താണ്? ആ തടസ്സങ്ങളെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത്. ഫെബ്രുവരി മാസം നമ്മൾ നൽകിയ പുതിയ പ്രോസ്പെക്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഒരു ഇവാലുവേഷൻ നടത്തണം. ഞാൻ എത്ര പ്രോസ്പെക്റ്റിംഗ് ഈ മാസം നടത്തി? അത് എൻ്റെ കോണ്ടാക്റ്റിൽ ഉള്ളവരായിരുന്നോ അല്ലാത്തവരായിരുന്നോ? ഞാനുള്ള എത്രയോ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലുള്ള ആളുകൾക്ക് പേഴ്സണലി എൻ്റെ ഫിംഗറിൽ ഞാൻ മെസ്സേജ് കോപ്പി ചെയ്ത് അവർക്ക് ഷെയർ ചെയ്തോ? ഒരു യാത്രയിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം, ഞാൻ ജോയിൻ ചെയ്ത ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ് എങ്കിൽ, എൻ്റെ ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട് എങ്കിൽ ആ ഗ്രൂപ്പിന്റെ ലിങ്കും അതിന്റെ സൂം പ്രോഗ്രാമിന്റെ ലിങ്കും ടെക്സ്റ്റ് മെസ്സേജും ഫ്ലയറും അടക്കം ഞാൻ കോപ്പി ചെയ്ത് അത് ഫിംഗർ കോപ്പിയായി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഓരോ ആളുകൾക്ക് യാത്രയിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ഗ്രൂപ്പ് തുറന്നു നോക്കുമ്പോൾ എന്തായിരുന്നാലും ഒരു 30 പേരെങ്കിലും അതിൽ പുതുതായി ജോയിൻ ചെയ്തിരിക്കും.
നമ്മളൊക്കെയുള്ള എത്രയോ ഗ്രൂപ്പുകളിൽ എത്രയോ ആളുകളുടെ കോണ്ടാക്റ്റ് ഉണ്ട്. അവർ ഒരിക്കലും നമ്മളെ പേഴ്സണലി അറിയുന്നവരല്ല, നമ്മൾ അറിയുന്നവരല്ല. നോൺ കസ്റ്റമേഴ്സ് ടു അൺനോൺ കസ്റ്റമേഴ്സ്, അതാണ് ബിസിനസ്സിൽ ട്രഡീഷണൽ സ്ട്രാറ്റജിയിൽ നിന്ന് മോഡേൺ സ്ട്രാറ്റജിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്, നോൺ കസ്റ്റമേഴ്സിൽ നിന്ന് അൺനോൺ കസ്റ്റമേഴ്സിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാവുക. ട്രഡീഷണൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരുന്ന ക്ലാസ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ എടുക്കുക, കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കുക, അതിൽ പ്രൈം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, സെക്കൻഡറി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അവരെ പോയി കാണുക എന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്റ്റൈല് കാലഹരണപ്പെട്ടു പോയി. നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവരെ മാത്രമല്ല, അതിനപ്പുറത്ത് നമ്മുടെ കോണ്ടാക്ട് ഇല്ലാത്ത എത്രയോ ആളുകളെ കണക്ട് ചെയ്യാനുള്ള അവസരമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ആഡ്, അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കാണാൻ പറ്റും. യൂട്യൂബിനകത്ത് CM ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമിന്റെ വീഡിയോ ക്ലിപ്പുകൾ കാണാൻ പറ്റും. അത് വീഡിയോ കാണുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. ഹോസ്പിറ്റലുകളുടെ പരസ്യത്തിനു താഴെ നിങ്ങൾ നോക്കൂ, ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളുടെ ആളുകളും അവരുടെ ആഡ് അതിന് താഴെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. സ്പോൺസേർഡ് ആഡ് കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കവറേജും ലിവറേജും കിട്ടുക ആ ടെക്സ്റ്റ് മെസ്സേജിനായിരിക്കും. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ CM ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിന്റെ താഴെ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ നമ്മുടെ കമ്പനിയെയും അതിന്റെ ഗ്രൂപ്പിനെയും നിങ്ങളുടെ ഗ്രൂപ്പിനെയും പരിചയപ്പെടുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് കോപ്പി ചെയ്ത് അതിനു താഴെ 10 ദിവസം നിങ്ങൾ കൊണ്ടുപോയിട്ടാൽ ആ വീഡിയോ കാണുന്നതും അതിന്റെ കമന്റ് വായിക്കുന്നതും ഡയറക്റ്റ് സെല്ലിംഗ് കൾച്ചർ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. സ്വാഭാവികമായും അവർ നമ്മളുമായി കണക്ട് ചെയ്യും. കറക്റ്റ് ഓർ നോട്ട്? ഈ അവസരം എങ്ങനെയാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ളത് അവിടെ ഇടപെടാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള 10 വ്യക്തികളെ ഒരു മാസം കൊണ്ട് നേരിട്ട് പോയി പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നതിനേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. നമ്മളുടെ ഫെബ്രുവരിയെ കുറിച്ച് നമ്മളൊരു അനാലിസിന് വിധേയമാക്കുക. ഈ അനാലിസിസ്, ഞാൻ ടാർഗറ്റ് ചെയ്ത പ്രോസ്പെക്റ്റിംഗ് നമ്പർ എത്രയായിരുന്നു? നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. 30 ദിവസം, ഏറ്റവും മിനിമം ഒരു ദിവസം 3 പേർക്ക് ഇതിന്റെ മെസ്സേജിങ് ഈസി ആയിട്ട് നൽകാൻ നമുക്ക് സാധിക്കുമായിരുന്നു. നമ്മൾ അത് ചെയ്തോ? ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ട്രിവാൻഡ്രം പ്രോഗ്രാമിന് പോയി. അവിടെ നിന്ന് മീറ്റ് ചെയ്ത 2 വ്യക്തികളുടെ 2 ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ആ ഗ്രൂപ്പ് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. കാരണം ഒന്നാമത്തെ ഗ്രൂപ്പിൽ 956 ആളുകളായി വാഷിംഗ് പൗഡർ വിൽക്കുന്ന കമ്പനിയാണ്. 956 ആളുകളായി അവരുടെ വരുമാനം വളരെ തുച്ഛമായതാണ്. ആ 956 ആളുകൾക്കും ലെവലിംഗത്തിന്റെയും ബൈനറിയുടെയും പ്ലാൻ അറിയുന്നവരാണ്. അവരുടെ അടുക്കലേക്ക് നമ്മുടെ കമ്പനിയുടെ പ്ലാനിന്റെ ഒരു ഫ്ലെയർ അങ്ങോട്ട് ചെന്നാൽ മതി, ഈസി ആയിട്ട് അവർക്ക് അവരുടെ കമ്പനിയും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ആ ആളുകളിലേക്ക് മെസ്സേജ് വിടുക എന്നതാണ് ഇനിയുള്ള 3 ദിവസത്തെ എന്റെ ടാർഗറ്റ്. ആ 956 ആളുകളിലേക്ക് മെസ്സേജ് വിടാൻ, ഒന്നുകിൽ പേഴ്സണലി അവർക്ക് ഓരോരുത്തർക്കും ചാറ്റിലെടുത്ത് മെസ്സേജ് വിടാം, അല്ലെങ്കിൽ ബൾക്ക് വാട്സപ്പിന്റെ പുതിയ സോഫ്റ്റ്വെയർ ഞാൻ സെറ്റ് ചെയ്തു, അത് മുഖേന അവരിലേക്ക് മെസ്സേജ് വിടാം. ഇങ്ങനെ എത്രയോ അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നിങ്ങൾക്ക് 1500 രൂപ കൊടുത്താൽ, വേണമെങ്കിൽ ടീമിന് ഞാൻ കണക്ട് ചെയ്തുതരാം, 1500 രൂപ കൊടുത്താൽ ഒരു വർഷം ബൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുവാനുള്ള സോഫ്റ്റ്വെയർ ലഭ്യമാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ 1500 ആളുകൾക്ക് ബൾക്ക് വാട്സപ്പിംഗ് സിസ്റ്റം ലഭിച്ചാൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 50ഉം 100ഉം ഒക്കെ ആയി ഒരു 500ലേക്ക് നിങ്ങൾക്ക് അതിന്റെ ഗ്രാഫ് എത്തിക്കാൻ പറ്റും. ഒരു ദിവസം 500, എത്രയും അതിലേക്ക് വിടാം. പക്ഷെ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഡേ ബൈ ഡേ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട. ഒരു മാസം കഴിയുമ്പോഴേക്ക് ഒരു ദിവസം 1000 ആളുകളിലേക്ക്, ഓരോരുത്തരിലേക്കല്ല, 1000 നമ്പർ കോപ്പി ചെയ്യുന്നു, നേരെ അതിലേക്ക് മെസ്സേജിങ് അയക്കുന്നു. അങ്ങനെ അയക്കാവുന്ന ഏറ്റവും നല്ല സംവിധാനം ഉള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അത്തരം ഒരു കാലത്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, ഡിജിറ്റലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സംശയം ബാക്കിയുണ്ട്. 1000 ആളുകൾക്ക് ഒരു ദിവസം മെസ്സേജ് അയച്ച് അതിൽ നിന്ന് 250 ആളുകൾ റീപ്ലൈ തന്നാൽ നമുക്ക് 250 ആളുകളെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നതാണ്. അതിനുള്ള അടുത്ത ഓപ്ഷനാണ് വാട്സപ്പ് നൽകുന്ന
വാട്ടി എന്ന സംവിധാനം. അതെന്താ? അവരുടെ പ്രിഫറൻസ്. നമ്മളൊരു ഗ്യാസിന് ബുക്ക് ചെയ്താൽ അത് ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടിയാണോ ബുക്ക് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയാണോ ബുക്ക് ചെയ്യുന്നത്, ബുക്കിങ്ങിനാണോ, സർവീസിനാണോ, മെയിൻ്റെനൻസിനാണോ? അതുപോലെയുള്ള ക്വസ്റ്റ്യനിങ്ങിലൂടെ 4 5 സ്റ്റെപ്പിലൂടെ ഈ കസ്റ്റമറിന്റെ റിക്വയർമെന്റിനെ നമുക്ക് തന്നെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതിനുശേഷമുള്ളവരെ മാത്രമേ നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത എൻക്വയറി ഒക്കെ നമുക്ക് അവർക്ക് നൽകാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ ചില ആളുകളുടെയെങ്കിലും മുഖത്ത് ചില എക്സൈറ്റ്മെന്റ് വരുന്നുണ്ടാവും, ഇതൊക്കെ പ്രായോഗികമാണോ എന്ന്. ഇതൊക്കെ പ്രായോഗികമാവണം. ഇതിനാണ് ന്യൂ എറ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുക. നോൺ കസ്റ്റമേഴ്സിൽ നിന്ന് അൺനോൺ കസ്റ്റമേഴ്സിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ അറിയാത്ത ഒരു അൺബിലീവബിൾ ആയ ഇംഗത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ എത്തണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്തു പോകുന്ന പാറ്റേണുകളിൽ നിന്ന് നമ്മൾ മാറാൻ തയ്യാറാവണം. പുതിയ ചില സ്റ്റൈലുകളിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാവണം. ഫെബ്രുവരിയെ നമുക്ക് ഒരൽപ്പം വേണമെങ്കിൽ സമാശ്വസിക്കാം. എനിക്ക് പുതിയ പ്രോഡക്റ്റ് കിട്ടി, ആപ്പ് പരിചയപ്പെട്ടു, പ്രോഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി, ഇതിന്റെ കൾച്ചർ മനസ്സിലാക്കി, കോഴ്സുകൾ മനസ്സിലാക്കി. ഇപ്പോഴാണ് എനിക്കൊരു സ്റ്റെബിലിറ്റി കിട്ടിയത്, ഇപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് എങ്കിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് എത്ര ആളുകളിലേക്ക് എനിക്ക് മെസ്സേജ് എത്തിക്കുവാൻ പറ്റും, എത്ര ആളുകളോട് ഞാനുള്ള ഗ്രൂപ്പിലെ പേഴ്സണലായി അവർക്ക് ചാറ്റിൽ ഫിംഗർ കോപ്പി ചെയ്ത് മെസ്സേജ് അയച്ച് എന്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിലേക്ക്, എല്ലാ ഡയറക്ട് സെല്ലിംഗ് പെർഫോമേഴ്സിനും പേഴ്സണലായ ഗ്രൂപ്പ് ഉണ്ടാവണം. നമ്മുടെ ആളുകളെ പ്രോസ്പെക്ടേഴ്സിനെ കണക്ട് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിലേക്കാണ്. ഓരോ തിങ്കളും വ്യാഴവും നടക്കുന്ന BOPകളിൽ നമ്മൾ ആ ലിങ്ക് കൊടുക്കേണ്ടത് ആ ഗ്രൂപ്പിലാണ്. നമ്മൾ അറിയാത്ത ആളുകൾ സ്വാഭാവികമായും അവിടെ ആ പ്രോഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാമിന് ശേഷം നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു റിവ്യൂ വോയിസ് ഇടുന്നു. ഇന്നത്തെ സെഷനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. സ്വാഭാവികമായും ആ ഗ്രൂപ്പിൽ ഒരു 100 പേരുണ്ട് എങ്കിൽ 3 പേരെങ്കിലും നമ്മളോട് അതിന്റെ വിശദാംശം ചോദിച്ചിരിക്കും. ആ 3 പേർ ഓരോ തിങ്കളും വ്യാഴവും നമ്മളുടെ പ്രോസ്പെക്ടിങ്ങിന് വിധേയമായവരാണ്. അങ്ങനെയാകുമ്പോൾ ഒരു മാസം, ഒരാഴ്ചയിൽ 6 പേരെ നമുക്ക് കിട്ടുമെങ്കിൽ 25 പേരുടെ പ്രോസ്പെക്ടിങ് യാതൊരു റിസ്കും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ പല രീതിയിൽ സ്ട്രാറ്റജിക്കലായി നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് നമുക്ക് ലഭ്യമാകൂ. അതിനു പകരം എന്റെ ജോലിയും എന്റെ തിരക്കും കഴിഞ്ഞിട്ട് ഞാൻ ആരൊക്കെ പോയി മീറ്റ് ചെയ്യുന്നോ ആ മീറ്റ് ചെയ്യാനുള്ള സമയം തന്നെ നമുക്ക് ഒരുപാട് ബർഡൻ ആയിരിക്കും. കാരണം നമ്മുടെ ഒഴിവ് കഴിഞ്ഞ്, ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ അവൈലബിൾ ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ ജോയിൻ ചെയ്ത് ആക്റ്റീവായി പെർഫോമറായി പ്രോഫിറ്റ് ജനറേറ്റ് ആകുന്നത് വരെ അവന്റെ മനോഭാവം, അവൻ നമുക്ക് വേണ്ടിയാണ് ഇത് കേൾക്കാൻ തയ്യാറാകുന്നത് എന്നതായിരിക്കും. ശരിയാണല്ലോ? അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ടൈമിന്റെ പ്രിഫറൻസ് ആണ് എപ്പോഴും നൽകേണ്ടത്. ലക്ഷദ്വീപിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഫിഷിങ്ങിന് പോകുമ്പോൾ ഒരു ഭാഗത്ത് ബോട്ട് നിർത്തി ഫിഷിംഗ് നടത്തി 1 മണിക്കൂർ കഴിഞ്ഞപ്പം അദ്ദേഹം ബോട്ടിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇനി അപ്പുറത്ത് പോയി ചെയ്യണം. അതെന്താ? ഈ സമയം കഴിഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ സമയം കഴിഞ്ഞാൽ ഇനി ഫിഷ് ദിശ മാറിയാണ് നീന്തുക. അപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ വലയിട്ടാൽ ഒരിക്കലും അതിൽ മീൻ കുടുങ്ങില്ല. അപ്പൊ അതിന്റെ ദിശ മാറിപ്പോയി മറ്റൊരു സ്ഥലത്ത് പോയി നേരത്തെ ഇട്ടിരുന്നതിന്റെ കുറുകെയാണ് പിന്നീട് വലയിട്ടത്. വിഷയം ഇത്രയേ ഉള്ളൂ. കസ്റ്റമേഴ്സിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് അവരെ കിട്ടാൻ ഒരു സാധ്യതയുമില്ല എങ്കിൽ അവരെ കിട്ടുന്ന സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം. മീൻകാരന് ഇഷ്ടപ്പെട്ട ഇരയല്ല ചൂണ്ടലിൽ കൊളുത്തേണ്ടത്, മീനിന് ഇഷ്ടപ്പെട്ട ഇരയാണ് ചൂണ്ടൽ കൊളുത്തേണ്ടത്. കാരണം മീനിനെ പിടിക്കുക എന്നതാണ് നമ്മുടെ ടാർഗറ്റ്. കസ്റ്റമർ ഹണ്ടിങ് എന്നതായിരുന്നു പഴയ കാലത്തെ സിസ്റ്റവും കൾച്ചറുമെങ്കിൽ പുതിയ കാലത്തെ ബിസിനസ്സിലെ മാർക്കറ്റിങ്ങിന്റെ സ്റ്റൈല് കസ്റ്റമർ ഹണ്ടിങ് അല്ല, കസ്റ്റമർ ഫാമിംഗ് ആണ്. എന്താണ് കസ്റ്റമർ ഫാമിങ്? കസ്റ്റമേഴ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കൃഷിയിടത്തിൽ ഒരു വിളവെടുക്കുന്നത് പോലെയാണ്, ഒരിക്കലല്ല. അത് നമ്മൾ ഒരു തൈ നടുന്നത് പോലെയാണ്. അതിൽ നിന്ന് ഒരുപാട് ഫാമിംഗ് നമുക്ക് പിന്നീട് ഒരുപാട് ഉപോൽപ്പന്നങ്ങൾ ലഭിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ.
കസ്റ്റമർ ഹണ്ടിങ് വിട്ട് കസ്റ്റമർ ഫാമിങ്ങിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാവുക. അവസാനത്തെ ഫൈനൽ വിസിൽ ഇതാണ്. 3 ദിവസം നമ്മുടെ മുൻപിൽ. ഈ 3 ദിവസത്തിൽ നമ്മൾ 5 5 സ്റ്റാർ അച്ചീവറായി മാറിയാൽ നമുക്കുള്ളത് ഒരു മികച്ച ഓഫറാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന സെയിൽസിന് 1-ാം തീയതി ഉള്ളതിനേക്കാൾ പ്രോഫിറ്റ് ഉണ്ട്. ഹലോ, 1-ാം തീയതി ലഭിക്കുന്നതിനേക്കാൾ ഈ 3 ദിവസം കൊണ്ട് 5 പേരെ കൊണ്ടുവന്നാൽ 1-ാം തീയതി ലഭിക്കുന്നതിനേക്കാൾ 2500 രൂപ നമുക്ക് ഏറെ ലഭിക്കുന്നു. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാതെ നമുക്കത് സാധ്യമാകുന്നു. ഏതൊക്കെയാണോ നിങ്ങൾ ഈ മാസം നടത്തിയ പ്രോസ്പെക്ടിങ്, അത് നിങ്ങളുടെ ഓർമ്മയിൽ പോലും പലപ്പോഴും ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? പലർക്കും നമ്മൾ മെസ്സേജ് അയച്ചു, അന്ന് അവരത് റീഡ് ചെയ്തിരുന്നില്ല, ഇപ്പൊ നോക്കുമ്പോൾ അത് റീഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അവർക്ക് ഒരു ചെറിയ ഒരു വോയിസ് ഇട്ടാൽ സ്വാഭാവികമായും അവരതിന്റെ വിശദാംശങ്ങൾ ചോദിക്കും. അതിന്റെ ഞാൻ ഈ വിഷയത്തിൽ ചെയ്ത ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ രണ്ടും ഷെയർ ചെയ്യാം. ഞാനും ബോബി സാറും കൂടി ചെയ്ത ഒരു പ്ലാൻ ഉണ്ട്. ഇത് രണ്ടും റെക്കോർഡറാണ്. ഈ റെക്കോർഡറായ യൂട്യൂബ് ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ പ്രോസ്പെക്റ്റിന് അയച്ചു കൊടുക്കുക. അതിലൂടെ ഏറ്റവും നല്ല ഒരു ക്ലയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര പേരെ ടാർഗറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും? 10 പേരെ ഹോട്ട് കസ്റ്റമേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇന്നും നാളെയുമായി ഈ 10 പേരെ എന്തു സംഭവിച്ചാലും എനിക്ക് സാധ്യമാവും. അതാണ് നമ്മുടെ ഫ്ലയറിന്റെ 2-ാമത്തെ ഓപ്പർച്യൂണിറ്റി. 10 സെയിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 2 ട്രിപ്പ് സ്ലിപ്പ് ലഭിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് പാർട്ണർക്കും 3-ാം ട്രിപ്പിലുള്ള അച്ചീവ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അത് നമ്മളുടെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. ഇപ്പൊ നമുക്കുള്ളത് 5 സ്റ്റാർ ആണ് എങ്കിൽ 5 ആളുകളെ കൂടി ക്ലോസ് ചെയ്ത് അവരുടെ ഐഡി ആക്ടിവേഷൻ ചെയ്യുന്ന കൾച്ചറിലേക്ക് നമ്മൾ മാറുക. നമ്മൾ സൈനപ്പ് ചെയ്ത കുറെ പേരുണ്ട്, അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അവരെ നമ്മൾ മീറ്റ് ചെയ്യുക, ഫിസിക്കലിയോ ഓൺലൈനോ ആയി മീറ്റ് ചെയ്യുക. അവരുടെ ആപ്പിനകത്ത് മൊബൈലിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മാഡം ഉണ്ടാക്കിയ നല്ലൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതിനെ പരിചയപ്പെടുത്തിയ സൈനപ്പ് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഇൻഡിവിജ്വലി അയച്ചു കൊടുക്കുക. അങ്ങനെ ഈ മാസത്തിന്റെ എൻഡിൽ ഏറ്റവും ഭംഗിയായ ഒരു പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ തയ്യാറായാൽ ഈ പറഞ്ഞ 500 രൂപ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്ന മികച്ച ബെനിഫിറ്റ് ആയിരിക്കും. അതോടൊപ്പം കമ്പനിയുടെ ടോപ്പ് ലെവൽ റാങ്കിങ്ങിലേക്ക് എത്തുവാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ സ്ഥാനം ഒരിക്കലും നഷ്ടമാവില്ല. കാരണം അടുത്ത മാസവും നമ്മളല്ല വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കൂടെ വന്ന ബെസ്റ്റ് പാർട്ടിസിപ്പൻസ് ആണ് നാളെ മികച്ച ലീഡറായി മാറുന്നത്. നമ്മളുടെ 2 ടീമിലും ഏറ്റവും നല്ല പെർഫോമേഴ്സ് കടന്നു വന്നാൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ പാസീവ് ഇൻകം നേടുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ടാർഗറ്റ് ആണ് ഈ ഫൈനൽ വിസിൽ. ഇന്നും നാളെയും നിങ്ങൾ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ മാസം നടത്തിയ മുഴുവൻ പ്രോസ്പെക്റ്റിനെയും ഫോളോ അപ്പ് ചെയ്യുക. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ അവർക്കൊരു പുതിയ മെസ്സേജിങ് അയച്ചു കൊടുക്കുക. ആ മെസ്സേജ് നമ്മൾ ഗ്രൂപ്പിൽ ഒരുപാട് തവണ ഷെയർ ചെയ്ത നല്ല ടെക്സ്റ്റ് മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ എടുത്ത് അവർക്ക് ഫോർവേഡ് ചെയ്യുക. അവരെ പേഴ്സണലി ഒരു വോയിസ് ഇട്ട് ഇൻഡിവിജ്വൽ ആണ് വോയിസ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവർ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിലവിൽ ഓൾറെഡി പ്ലാൻ കൊടുത്തവരാണ് എങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുക. അവരോട് ഇതിന്റെ പ്ലാനിനെ കുറിച്ചും സാധ്യതയെക്കുറിച്ചും സംസാരിക്കുക. ഏറ്റവും പ്രധാനമായ അട്രാക്റ്റീവായ ഒരു കാര്യം, ഒരു വ്യക്തി നെറ്റ്വർക്കർ അല്ല, അത്തരം കൾച്ചർ അറിയുന്നവരല്ല, അത്തരം കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ നിലവിൽ ഇൻട്രസ്റ്റഡ് അല്ല എങ്കിൽ അവർക്ക് കൂടി ഇതിനകത്തുള്ള വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നു. വിത്തിൻ 2 days അതുകൂടി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ലൈവ് ആകും. ഒരാൾ ആക്ടിവേഷൻ ചെയ്യാത്ത ഒരു വ്യക്തി, അവർ ആക്ടിവേഷൻ ചെയ്യാൻ ഇപ്പോൾ എന്തെങ്കിലും അവരുടെ മുൻപിൽ ക്രൈസിസ് ഉണ്ട് എങ്കിൽ അവർക്ക് കൂടി പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. റെഫറൽ ഇൻകം അവർക്ക് ലഭിക്കും. സ്വാഭാവികമായും 2 or 3 റെഫറൽ ഇൻകം അവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ലഭിക്കാതെ പോയ ഇൻകത്തെ കുറിച്ച് അവർ ആശങ്കരാവും. സ്വാഭാവികമായും അവരുടെ സൈനപ്പ് നമുക്ക് സാധ്യമാകും. ഇങ്ങനെ അവരുടെ ആക്ടിവേഷൻ നമുക്ക് സാധ്യമാകും. ഇത്തരം വലിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ തേടി വരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ്. 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ ചില ആളുകൾ ചെയ്യുക, ആദ്യത്തെ റൗണ്ടിൽ ഒന്ന് നന്നായിട്ട് ഓടിപ്പിടിക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ ഓടുമ്പോ അവരുടെ കൂടെ തന്നെ ഓടും. പക്ഷെ ഇവർ ഒരു റൗണ്ട് മുന്നിലായിരിക്കും. ഓട്ടം കാഴ്ചക്ക് ഒരുമിച്ചാണ് എങ്കിലും മറ്റുള്ളവരെക്കാൾ അവർക്ക് ഒരു റൗണ്ട് ഏറെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും.
മറ്റുള്ളവർ ഹാർഡ് വർക്ക് എത്ര ചെയ്താലും ഇവരെ ഓവർടേക്ക് ചെയ്യാൻ പിന്നെ കഴിയില്ല. ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസിന് അവസരം ലഭിക്കുക, ഏറ്റവും കൂടുതൽ വിസിബിലിറ്റിക്ക് അവസരം ലഭിക്കുക, ഏറ്റവും കൂടുതൽ റെക്കഗ്നീഷന് അവസരം ലഭിക്കുക എത്ര കാലം ഇതിൽ വർക്ക് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, നമുക്ക് എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ഈ കമ്പനിയുടെ ജേണിയിൽ നിങ്ങൾ എത്ര റിസൾട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. നിങ്ങൾ എത്ര എഫേർട്ട് ചെയ്തു എന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ മാനദണ്ഡമേ അല്ല, നമ്മൾ എത്ര റിസൾട്ട് കൊണ്ടുവന്നു എന്നതാണ് മാനദണ്ഡം. അതുകൊണ്ട് ഈ കമ്പനിയുടെ മനോഹരമായ ഒരു യാത്രയുടെ ആദ്യത്തെ, നമ്മൾ ആരംഭിച്ചിട്ട് കുറെ ആയെങ്കിലും 2025 ഫെബ്രുവരി മാസം നമ്മളെ സംബന്ധിച്ച് ഫുൾ ഫ്ലഡ്ജിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തെ ബെസ്റ്റ് പെർഫോമർ ആര് എന്നത് ഏറ്റവും പ്രധാനമായ റെക്കഗ്നീഷന്റെ മാനദണ്ഡമാണ്. നിങ്ങൾ ഈ സമയത്ത് അഡ്വാൻസ് ചെയ്ത് മുന്നിൽ നിൽക്കുകയാണ് എങ്കിൽ ഈ കമ്പനിയിലെ എക്കാലത്തെയും ബെസ്റ്റ് പെർഫോമർ നിങ്ങളായിരിക്കും. ആ പെർഫോമൻസിന്റെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. ഏത് കമ്പനിയിലും ആര് 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ജോയിൻ ചെയ്താലും ചില ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇവരാണ് കമ്പനിയിലെ ടോപ്പ് ലീഡേഴ്സ് എന്ന്, ഇവരാണ് കമ്പനിയിലെ ടോപ്പ് ലീഡേഴ്സ് എന്ന്. ആ ചൂണ്ടിക്കാണിക്കലിലേക്ക് നമ്മൾ ഉണ്ടാവണം. അതിനുള്ള ഹാർഡ് വർക്കിന്റെ, സ്മാർട്ട് വർക്കിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിന്റെ സമയമാണ്, ഏറ്റവും അവസാന മുഹൂർത്തമാണ് ഈ മാസം. നമ്മളെ സംബന്ധിച്ച് നമ്മളാണ് കമ്പനിയിലെ ടോപ്പ് അച്ചീവർ എന്ന സ്റ്റാറ്റസിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ സാധ്യമാകും. നമ്മുടെ മുൻപിലുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. അതിനുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ, അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അതിനുള്ള പുതിയ പഠനങ്ങൾ ഉണ്ടാവട്ടെ. ആ പഠനങ്ങളുടെ ഇൻസൈറ്റുകളുടെ പ്ലാറ്റ്ഫോമാണ് വണ്ടർ വേൾഡിന്റെ ഈ മോർണിംഗ് പ്ലാറ്റ്ഫോം. നമ്മളോടൊത്ത് ആക്ടിവേഷൻ ചെയ്തവരല്ല, സൈനപ്പ് ചെയ്തവർ കൂടി ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ഓരോ പ്രഭാതത്തിലും അവരെ ഒന്ന് വിളിച്ച് വാട്സപ്പ് കോൾ ചെയ്ത് റിമൈൻഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തലേ ദിവസം ലിങ്ക് അയച്ചാൽ പോരാ, മോർണിംഗിൽ അവർ വാട്സപ്പ് എടുത്ത് ഈ സമയത്തിനകം നോക്കുമ്പോൾ അതൊരുപാട് താഴോട്ട് പോയിട്ടുണ്ടായിരിക്കും. 6:15 പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജോയിൻ നൗ എന്ന ഒരു ചെറിയ 7 അക്ഷരത്തിന്റെ ഒരു മെസ്സേജ് നമ്മൾ അവർക്ക് വിട്ടാൽ, ഒരു 3 ദിവസം അവർ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ അവരുടെ തോട്ട് പ്രോസസ്സിനകത്ത് മാറ്റം ക്രിയേറ്റ് ചെയ്യുവാൻ ഈ സംസാരങ്ങൾക്ക് സാധ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഫോളോ അപ്പിന് ഏറ്റവും നല്ല പാറ്റേണിൽ നമ്മൾ സ്വീകരിക്കുക, റിസൾട്ട് നമ്മുടെ കൂടെ തന്നെയായിരിക്കും. താങ്ക് യു.